الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم إنما يتقبل الله من المتقين ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിലെ അഅമാലുകളും അതിന്റെ ശേഷം പരിസമാപ്തി എന്ന നിലക്ക് ഈദ് നിസ്കാരവും നമ്മൾ പൂർത്തിയാക്കി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. രണ്ട് ഈദ് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. മുഅ്മിനീങ്ങളുടെ ഈദിനാണ് വഈദുൽ മുഅ്മിനീൻ. ജുമുഅ സംബന്ധിച്ച് പറയൽ മുഅ്മിനീങ്ങളുടെ ഈദ് എന്നാണ്. സാധാരണ നിലക്കുള്ള എല്ലാ വെള്ളിയാഴ്ചയുമുള്ള ഈദാണ് ജുമുഅ. അപ്പോ മുഅ്മിനീങ്ങളുടെ ഈദും പിന്നെ ഈദ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു വരുന്നത് എന്നാണ്. ഈദ് മടങ്ങി വരുന്നത് എന്നാണ്. അറബികൾ പറയും ആയിദീൻ, ആയിദീൻ, അൽ ഫായിസീൻ എന്നൊക്കെ അവർ പറയും. ഇനിയും മടങ്ങി വരട്ടെ, ഇനിയും വരട്ടെ എന്ന അർത്ഥത്തിലാണ്. അതാണ് ഈദ്. അത് വർഷത്തിൽ മടങ്ങി മടങ്ങി വരുന്ന രണ്ട് ഈദുകൾ. ഏതായിരുന്നാലും തക്ബീറിന്റെ സമയം കഴിഞ്ഞു. പെരുന്നാസ്കാരത്തോടു കൂടി തക്ബീർ ചൊല്ലേണ്ട സമയം കഴിഞ്ഞു. വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയം ബാക്കി കിടക്കുന്നത് നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യണം എന്നതാണ്. കാരണം അതൊരു വലിയ വിഷയമാണ്. നമ്മളൊക്കെ കുട്ടികൾ മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ചാല് വാട്സപ്പില് എല്ലാവർക്കും അറിയാം. നമ്മൾ പറയാം അതോ കണ്ടിട്ടുണ്ട്, അതിനൊരു രണ്ട് ശരിയോ എന്തോ വരുന്നുണ്ട്. പിന്നെ അത് നീല വരും, നീല. ആ മെസ്സേജ് കണ്ടിട്ടുണ്ട്. അതിന് നമുക്കൊരു മറുപടി കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത വിഷമാണ്. കിട്ടുന്നത് വരെ നമ്മൾ കാത്തിരിക്കും. മറുപടി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവനെ തെറ്റിദ്ധരിക്കും. അങ്ങനെ പലതും സംഭവിക്കും. ഈ അമലുകളല്ല അമലുകളുടെ സ്വീകരണം എന്ന് പറയുന്നത്. നമ്മൾ അമൽ ചെയ്തു എന്നതുകൊണ്ട് അത് റബ്ബിന്റെ അടുത്ത് സ്വീകാര്യോഗ്യമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പടച്ചോൻ എടുത്തു പറഞ്ഞ കാര്യമാണ് മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. ഒന്ന് വിശ്വാസമുണ്ടായിരിക്കണം, മറ്റൊന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. അപ്പൊ റബ്ബ് അത് സ്വീകരിക്കണം എന്നതാണ്. ഒരാൾക്കൊരു കത്ത് അയച്ചു, അല്ലെങ്കിൽ ഒരു സമ്മാനം നമ്മൾ അയച്ചു കൊടുത്തു, അയാളത് ഒപ്പിട്ട് വാങ്ങിയില്ലെങ്കിൽ അത് വല്ലാത്തൊരു പ്രശ്നമാണ്. മനുഷ്യന്റെ മനസ്സിന് ഇത്ര അധികം എഫക്ട് ചെയ്യണ വേറെ സംഗതി ഇല്ല. അത്ര പ്രയാസം ഉണ്ടാവും ഒരു മനുഷ്യനെ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഖിയാമും നമ്മുടെ സലാത്തും നമ്മുടെ സക്കാത്തും നമ്മൾ ഉറക്കം വഹിച്ചതും
നമ്മൾ പ്രാർത്ഥിച്ചതും ഖുർആൻ ഓതിയതും പഠിച്ചതും ഒന്നും റബ്ബ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് വലിയ ഫീലിംഗ് ഉണ്ടാക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ പറ്റിയിട്ട് അല്ലാഹു തആല ഒരായത്തിറക്കിയിട്ടുണ്ട്. അവര് സദഖ ചെയ്യുമ്പോഴൊക്കെ അവരുടെ മനസ്സ് കിടുകിടാ വിറക്കും എന്ന് പറയുന്നത്, പേടിച്ചു വിറക്കും എന്നാണ് ആയത്തിന്റെ അർത്ഥം. അല്ലദീന യുഅ്തൂന മാ അതൗ, നൽകുന്നതിനെ അവർ നൽകുന്നു. പക്ഷെ വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയം ഭയവിഹ്വലമാണ്, വിറക്കണം. വജിലത്ത് ഖുലൂബുഹും, വിറക്ക, ഹൃദയത്തിൽ ഇങ്ങനെ മിടിപ്പ് കൂടും. നമ്മൾ പേടിച്ചാലൊക്കെ മിടിപ്പ് കൂടും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, നമ്മളൊക്കെ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടതാ വിചാരിച്ചു. ആലോചിച്ചു, യഥാർത്ഥത്തിൽ അത് ചിന്തിച്ചാ നമുക്ക് ഒന്നുമില്ല, എല്ലാം ഉണ്ടായി, ഒക്കെ കഴിഞ്ഞാലും നമുക്ക് മരണം എന്നത് ചിന്തിക്കുമ്പോ ഒരു വല്ലാത്ത ബേജാറാണ്. ഇപ്പൊ ഞാൻ നോക്കിയത്, ഒരു ഖത്തീബ് ഇന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ചെറുപ്പശ്ശേരി അടുത്ത് തൃക്കടേരി ആറ്റാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജുമാക്ക് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ അയാള് തൊടുപുഴക്കാരനാണ്, കുഴഞ്ഞു വീണ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പൊ എത്ര പൂർത്തിയായാലും മനുഷ്യൻ മരണം എന്നത് ചിന്തിച്ചാൽ നമുക്ക് പിന്നെ ഒന്നുമില്ല. അതാണല്ലോ മനുഷ്യന് ഏറ്റവും വലിയ പേടി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പേടിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യർക്ക് ചെയ്യണത് എന്ന് ആയിഷ ബീവി പറഞ്ഞപ്പോ നബിയോട് ആയിഷ ബീവി ചോദിക്കാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമല്ലേ ഉണ്ടാകുക, പേടിയല്ലല്ലോ. അതുകൊണ്ട് നോമ്പ് നോൽക്കാത്തവരും നിസ്കരിക്കാത്തവരും സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റിയല്ലേ ആ പറഞ്ഞത് എന്ന് ആയത്ത് കേട്ട അങ്ങനെ തോന്നുക. എന്തേലും കൊടുക്കുമ്പോ ഒക്കെ പേടിണ്ടാവും, റബ്ബിലേക്ക് മടങ്ങും, മരിക്കേണ്ടതാണല്ലോ, അവിടുന്ന് പേടിണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോ അപ്പോഴാണ് പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് തിരുത്തി കൊടുക്കുന്നത്. ലാ യബ്നത സിദ്ദീഖ്, അല്ല സിദ്ദീഖിന്റെ മകളെ. ആ ആയത്തിൽ സൂചിപ്പിക്കുന്നത് നിസ്കരിക്കുന്നോലും നോമ്പ് നോക്കുന്നോലൊക്കെ പറ്റിയാണ്, അല്ലാതെ ഒന്നും ചെയ്യാത്തവർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോ അതല്ല. ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം അവരുടെ ഹൃദയം പേടിക്കാൻ കാരണം അത് സ്വീകരിക്കുമോ എന്നുള്ള അവരുടെ പേടിയാണ്. നമ്മളിപ്പോ ഒരാൾക്ക് സക്കാത്തിന്റെ പൈസ കുറച്ച് കൊടുത്തു, അതോ സ്വീകരിക്കുകയും ചെയ്തു, പക്ഷെ റബ്ബ് അതൊരു സാലിഹായ അമലായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ്. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പടച്ചോൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ലോകമാന്യം പറ്റൂല, കൊടുത്തത് എടുത്തു പറഞ്ഞ് അവനെ ദ്രോഹിക്കാൻ പറ്റൂല, അമലുകൾ ബാത്തിലാകുന്ന കാര്യത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദം നബിയുടെ 2 മക്കള് ഈ നേർച്ച നേർന്നപ്പോ ഒരാളുടെ നേർച്ച അള്ളാഹ് സ്വീകരിച്ചു എന്നാണ്. അന്നത്തെ നേർച്ച അങ്ങനെയായിരുന്നു. മറ്റൊരാളുടെ നേർച്ച അള്ളാഹ് സ്വീകരിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലും എന്ന് സഹോദരനോട് പറഞ്ഞപ്പോ അവിടെ ഖുർആനിലെ ആയത്തിൽ മറുപടിയാണ് സഹോദരൻ പറഞ്ഞത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹു തആല സ്വീകരിക്കുക എന്നതാണ്. മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹു സ്വീകരിക്കുക. അപ്പൊ എല്ലാവരിൽ നിന്നും അല്ലാഹ് അമലുകൾ സ്വീകരിക്കൂല, നമ്മൾ ചെയ്ത അമല് റബ്ബ് സ്വീകരിക്കും. അതിനാണ് ഇബ്രാഹിം നബി നമുക്കൊരു മാതൃക കാണിച്ചു തന്നത്. നിങ്ങൾ ആലോചിക്കൂ, ഇബ്രാഹിം നബി ഇവിടെ ചെയ്തത് എത്ര പുണ്യമാക്കപ്പെട്ട പണിയാണ്. ഇന്നലെ ഞാൻ ഒരു വഴിക്ക് പോകുമ്പോ ഒരാൾ തടുത്തു പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇക്കൊല്ലത്തെ ഹജ്ജിന് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കണ്ടില്ലെങ്കിലും വെച്ചിട്ട് കണ്ടപ്പാണ് പറയാന്ന്. അപ്പൊ സന്തോഷായി, എനിക്കും സന്തോഷമായി, അദ്ദേഹത്തിന് സന്തോഷമായി. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാഹ്. അപ്പൊ ഹജ്ജിന് പോകുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിന്റെയൊക്കെ മുമ്പ് ആ അത്രയും പ്രാധാന്യമുള്ള സ്ഥലത്ത് പ്രാധാന്യമുള്ള ഒരു പള്ളി നിർമ്മിക്കുക എന്നത് അതിലേറെ പുണ്യമാണ്. അള്ളാന്റെ കൽപ്പന പ്രകാരം അള്ളാഹ് പറഞ്ഞിട്ട് നേർക്ക് നേരെ അള്ളാന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച പള്ളി കഅബ, അവ്വലു ബൈത്ത്, ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസ്,
ലല്ലദീ ബിബക്ക, ഒന്നാമത്തെ പള്ളിയാണ്. അത് നിർമ്മിച്ചതിന്റെ ശേഷം ഇബ്രാഹിം നബിന്റെയും മകന്റെ ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന എന്തായിരുന്നു? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അവിടെ ആദ്യം വൗച്ചർ ഒപ്പിട്ട് കൊടുത്തിക്കണ്. ആലോചിച്ച് നോക്കണം, ആദ്യം തന്നെ അംഗീകരിച്ച വൗച്ചറാണ്. എന്നിട്ടും ഇബ്രാഹിം നബി പറയുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, പടച്ചോനെ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ. ഞാൻ പറഞ്ഞു വരുന്നത് മഹാന്മാര് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഇങ്ങനെയൊക്കെ ആയിട്ട് പടച്ചോ സ്വീകരിച്ചില്ലെങ്കിലോ? നമ്മളൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എങ്ങനെ? ഇനിയിപ്പോ എനിക്ക് സ്വർഗം തന്നില്ല, പിന്നെ സ്വർഗം ആർക്ക് കൊടുക്കാനാ? നമ്മുടെ മറ്റേ ആളുണ്ടല്ലോ, അയാൾ മുപ്പര് അത്രയും നിസ്കരിക്കലില്ല, അത്രയും നോലും പോറ്റിട്ടില്ല, അങ്ങനെ വരും. അതുകൊണ്ടാണ് ഇബാദത്തിന്റെ അവസാനം അസ്തഗ്ഫിറുല്ലാഹ്, എന്തെങ്കിലും അഹങ്കാരം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇബാദത്തുകളോട് കൂടെ ഇസ്തിഗ്ഫാർ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തഖബ്ബൽ, ഖബൂൽ വേണം. നിങ്ങൾ ആലോചിച്ചോക്കൂ, അമലുകൾ നിഷ്ഫലമായാൽ പരലോകത്തൊന്നും ഉണ്ടാവില്ല. കാഫിറുകളുടെ അമലുകളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. അവര് യഹ്സബുഹുമുൽ ലംആനു അല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ, മരുഭൂമി കാണുന്ന മരീചിക പോലെയാണ്. ഒയാസിസ് നോക്കി അങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക തോന്നിപ്പോകും. അതിന്റെ നേലടക്കം മുന്നിൽ പോകുന്ന ഹൈവേയിലൊക്കെ പോകുമ്പോ കാറിന്റെ നേലടക്കം അടിയിൽ കാണും. പക്ഷെ ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ശൈആ, അവിടെ ചെന്ന് നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. വണ്ടി അവിടേക്ക് എത്തിയ അവിടെ ഒരു സാധനം ഉണ്ടാവില്ല. ദൂരം നോക്കിയാൽ അവിടെ വെള്ളമുള്ള പോലെ തോന്നും. അങ്ങനെയാണ് കാഫിറുകളായ റബ്ബിൽ വിശ്വസിക്കാത്ത ആളുകളുടെ അമാലുകൾ എന്ന്. അതൊന്നും അവർക്ക് ഫലപ്പെടുകയില്ല. നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശിർക്ക് ചെയ്താൽ അമലുകൾ പൊളിഞ്ഞു പോകും. അള്ളാഹു അങ്ങനെയാണല്ലോ. എന്റെ തെങ്ങിന്റെ ചോട്ടിൽ കളക്കാൻ വേണ്ടി ആളെ വിളിച്ചാൽ എന്റെ തെങ്ങിന്റെ ചോട്ട് കളച്ചാലേ ഞാൻ കൂലി കൊടുക്കുള്ളൂ. അള്ളാഹു തആല പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂ, എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ വേറുള്ളവരെ ചോട്ട് പോയി കളച്ചാൽ, വേറുള്ളവരെ ആരാധിച്ചാൽ, വേറുള്ളവര് കൂലി കൊടുക്കും. അള്ളാഹ് കൊടുക്കൂല, ഒരിക്കലും കൊടുക്കൂല. ശിർക്ക് ചെയ്താൽ അമലുകൾ ബാത്തിലാണ്. എത്ര വലിയവനാണെങ്കിലും നബിമാര് 25ഓളം പ്രവാചകന്മാര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 18ഓളം പ്രവാചകന്മാരെ പേര് സൂറത്തുൽ അൻആമിൽ പറഞ്ഞിട്ടുണ്ട്. ആ 18 പ്രവാചകന്മാരെ പേരും പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞത് വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂന, അവരും ശിർക്ക് ചെയ്താൽ അവരുടെ അമലുകൾ ബാത്തിലാവുന്ന. പ്രവാചകനാണ് പറഞ്ഞിട്ട് രക്ഷപ്പെടൂല. അവര് ശിർക്ക് ചെയ്താൽ ശിർക്ക് ഉണ്ടാവൂല, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. പക്ഷെ അഥവാ അവരിൽ നിന്ന് ശിർക്ക് സംഭവിച്ചാൽ ബാത്തില, അമലുകൾ ഇല്ലാത്ത പോലെ. ആലോചിക്കൂ, നമ്മൾ വാങ്ങിക്കൊടുന്നൊരു സാധനം, ഒരു തണ്ണിമത്തം വാങ്ങിക്കൊണ്ടുവന്നു, നോമ്പറക്കാൻ നേരത്ത് പൊട്ടിച്ചു നോക്കുമ്പോ അതിനൊരു ചൊയ, അത് പുളിച്ചൊരു ചൊയ. അങ്ങനെയൊക്കെ സംഭവിച്ചില്ല. നമ്മളെന്താ ചെയ്യാ? അതെടുത്ത് തിന്നല, അത് ബാത്തിലാണ്. പൈസ അവിടെ നോക്കും, പൈസ കൊടുത്താൽ ചില തിന്നൂല, അത് നമ്മൾ ഒഴിവാക്കും. ഒരല്പം പറ്റില്ല എന്ന് തോന്നിയാൽ അത് പിന്നെ സ്വീകരിക്കൂല. എത്ര പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ടും കാര്യമില്ല, പുറത്തേക്ക് കാണാൻ എത്ര ഭംഗിണ്ടായിട്ടും കാര്യമില്ല, അത് നമ്മൾ സ്വീകരിക്കൂല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് മുഹമ്മദ് നബിനെ വിളിച്ചു പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക, നബിയെ നിങ്ങൾക്ക് വഹി തരുന്നുണ്ട്, വൈലല്ലദീന മിൻ ഖബ്ലിക, നിങ്ങളെ മുമ്പും വഹി കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞതാണ് ലഇൻ അശ്റക്ത, നബിയെ നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ അമലുകൾ ബാത്തിലാവും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോകും. ഇതിനു വേണ്ടി പണിയെടുത്തിട്ട് ഈ പണി ഇല്ലാതായി പോകുന്ന. അപ്പൊ അള്ളാഹു അല്ലാതെ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുക, നേർച്ച നേരുക, സത്യം ചെയ്യുക, വഴിപാടുകൾ നടത്തുക, അല്ലാഹ് അല്ലാത്ത ആരാണെങ്കിലും ശരി, അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് ജിന്നാവട്ടെ, മലക്കാവട്ടെ, മനുഷ്യനാവട്ടെ, മരങ്ങളാവട്ടെ, നല്ല നല്ല പിന്നെ ആത്മാക്കളാവട്ടെ, ഔലിയാക്കളാവട്ടെ, പ്രവാചകന്മാരാവട്ടെ, ആരോട് നിങ്ങൾ ഇബാദത്തിന്റെ വിഷയത്തിൽ പങ്കുചേർത്താലും ലയഹ്ബതന്ന അമലുക, അമലുകൾ ബാത്തിലാവുന്നു. അപ്പൊ അമലുകൾ ബാത്തിലാവും. നോക്കിയാൽ കാണുന്നില്ല, അമലുകൾ ബാത്തിലാകുന്ന അവിടെ ചെല്ലുമ്പോ ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അതുപോലെ തന്നെ സദഖയെ പറ്റി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്.
സദഖ പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ ദ്രോഹിച്ചാൽ, കൊടുത്തതിന്റെ പേരിൽ അയാളുടെ സദഖ ബാത്തിലാവും. യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു, നിങ്ങൾ ബാത്തിലാക്കരുത്, നിരർത്ഥകമാക്കരുത്, സദഖാത്തിക്കും നിങ്ങളുടെ സദഖകളെ ബിൽ മന്നി വൽ അദാ, കൊടുത്തത് എടുത്തു പറഞ്ഞിട്ടും ഉപദ്രവിച്ചു. നിങ്ങൾ ആലോചിക്കൂ, പണ്ഡിതന്മാരുടെ ഒരു സൂക്ഷ്മത. നമ്മളൊന്നും കാണാത്തത് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഭിക്ഷക്കാരൻ വരാൻ 10 റുപ്യ കൊടുത്തു, എന്തെങ്കിലും അമ്മസായില ഫലാത്തന ചോദിച്ചോന്നല്ലേ മുടക്കണം. പോണ പോക്കിയാൽ അവനോട് പറഞ്ഞ ഗേറ്റ് ചാരി പോണം എന്ന് പറഞ്ഞാൽ 10 റുപ്യന്റെ കൂലി പോയി. 10 റുപ്യന്റെ കൂലി പോയി. കാരണം ഇവന്റെ ഗേറ്റ് എടുക്കാൻ അവനെ ഏൽപ്പിച്ചു. എന്താ ഏൽപ്പിക്കാനുള്ളവന്റെ അവകാശം എന്താണ്? ഞാൻ അവനക്ക് 10 റുപ്യ കൊടുത്തല്ലോ എന്നുള്ളതാണ്. ചോദിക്കും, നമ്മളൊക്കെ സാധാരണ പറയണതാണ്. ആ ഗേറ്റ് ഒന്ന് അടച്ചു പോ. ഒരു 10 റുപ്യ കൊടുത്തതിന്റെ പേരിൽ 100 റുപ്യയിലും കുഴപ്പമില്ല, ഇനി 10,000 ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കൊടുത്തു എന്നതിന്റെ പേരിൽ നമ്മൾ അവനെ പണിയെടുപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അത് ഈ ആയത്തിന്റെ പരിധിയിൽ പെടുന്നതാണ്. അപ്പൊ ഇത് നിലനിർത്താൻ നല്ല പണിയാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. നിലനിർത്താനാണ് പണി. നോമ്പിന് അൽഹംദുലില്ലാ നമ്മളൊക്കെ വളരെ ഹാപ്പിയായി. ചൂടുണ്ടായിട്ടും അതൊന്നും വകവെക്കാതെ നമ്മളൊക്കെ നല്ല ഉഷാറായിട്ട് എല്ലാ അമലുകളും അല്ലാഹ് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് തന്നു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇത് നിലനിർത്തി കൊണ്ടോണം എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്, ചില്ലറ പണിയാണ്. ഞാൻ പറയില്ലേ, കിഡ്നി മാറ്റി വെക്കലല്ല പണി. ഒരു 35 എത്ര റേറ്റ് അറിയില്ല, 35 ലക്ഷം 45 ലക്ഷമൊക്കെ നാട്ടുകാരെ പിരിവും പിരിച്ചിട്ട്. അപ്പൊ അങ്ങനെയാണ്. ആൾക്കാർക്ക് അതിനൊന്നും പേടില്ല, ഡോക്ടർമാർക്ക് പറയാനും പേടില്ല. ഏതോ ഡോക്ടർ പറഞ്ഞപ്പോ, ഞാൻ കുറ്റം പറയല്ലോ, ഒരു സംഭവം ഒരാൾ എന്നോട് പറഞ്ഞതാണ്, അനുഭവം പറഞ്ഞതാണ്. പിന്നെ കിഡ്നി മാറ്റി വെക്കണം എന്ന് പറഞ്ഞപ്പോ എത്ര ചെലവാകും, 35 ലക്ഷം ചെലവാകുന്ന ഓനാണ് ഞെട്ടിയാണ്. അപ്പൊ ഡോക്ടർ റിജിപ്പ് ഞെട്ടൊന്നും വേണ്ട, മഹല്ലിൽ പോയി പറഞ്ഞാൽ ഓല് പിരിച്ചുണ്ടായിക്കോളും. കായൊക്കെ ഓൽക്കല്ല, കായൊക്കെ ആസ്വദിക്കാണല്ലോ. അപ്പൊ പോട്ടെ. അപ്പൊ ഒരു കിഡ്നി മാറ്റി വെക്കുക എന്നുള്ളത് നാട്ടുകാർ കൂടിയിട്ട് 35 ലക്ഷം ഉണ്ടാക്കുക, ഒരു 2 മണിക്കൂർ നേരത്തെ ഒരു സർജറി ഏറിയാൽ അത് മതി. പിന്നെ ഓനൊന്ന് നടന്നു കിട്ടണമെങ്കിൽ ഓന് ഇൻഫെക്ഷൻ വരാതെ വേറെ പെരയിലിട്ട് റൂമിലിട്ട് നോക്കിണ്ടാക്കി അല്ലെ, ഒരാൾ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. എത്ര കഷ്ടപ്പെടണം ആ കിഡ്നി ഒന്നും അവന്റെ ശരീരത്തിൽ നിലനിൽക്കണമെങ്കിൽ. നമുക്കറിയണ കാര്യമാണ്. നാട്ടിലൊരു പള്ളി ഉണ്ടാക്കുക വലിയ പണിയൊന്നുമില്ല. 2 അറബികളെ കണ്ട നാട്ടിൽ പള്ളി ഉണ്ടാക്കാം. പക്ഷെ ആ പള്ളി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എത്ര പണിയാണ്. നമ്മുടെ പെര ഇപ്പൊന്ന് പോയി നോക്കി, നിങ്ങൾ കുടിരിക്കലിന്റെ അന്നത്തെ മാതിരിയാ? കുടിരിക്കലിന്റെ അന്നത്തെ മാതിരിയാണോ ഒന്നും നമ്മുടെ പെര? അല്ല, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നല്ല പണിയാണ്. അത് അതുപോലെ തന്നെയാണ് അമലുസ്സാലിഹാത്ത്. സലഫുകളായ പണ്ഡിതന്മാരൊക്കെ അമലുസ്സാലിഹാത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടിരുന്നത്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും തൊള്ളേന്ന് വരായിരിക്കില്ല, കാരണം അതിലൊരു സമാധാനം കിട്ടില്ല. ഇബ്ലീസ് അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും മറ്റവനോട് പറയാൻ ഒരു സുഖം കിട്ടൂല. അത് എങ്ങനെയും ഒന്ന് അറിയിക്കണം. ഒന്നുമില്ലെങ്കിൽ ഒരു ഫത്വ ചോദിച്ചിട്ടെങ്കിലും അത് എങ്ങനെയും ഒന്ന് അറിയിക്കാൻ ഒരു കാര്യം മറ്റവനോട് അറിയിച്ചില്ലെങ്കിൽ അപ്പൊക്കെ നമ്മുടെ അടുത്ത് പിടിവിട്ടു. ആലോചിച്ചു നിങ്ങള്, പരലോകത്ത് ആദ്യമായി കൊണ്ടുവരുന്നത് 3 ആളുകളെയാണ്. അവരമലുകൾ ബാത്തില. ഒന്ന് മുജാഹിദിനെ കൊണ്ടുവരിക. ഒരു മുജാഹിദ് യുദ്ധം ചെയ്ത ആള്, ഏറ്റവും പുണ്യം. നബി എപ്പോ ചോദിച്ചാലും നല്ല കർമ്മം ഏതാ ചോദിച്ചാൽ ജിഹാദു ഫീ സബീലില്ലാ, അങ്ങനെ പറയാം. ഓനെ കൊടുത്തിട്ട് ഓനോട് ചോദിക്കും, നീ എന്തേ ചെയ്തു? സഹിയ ഹദീസ്, നീ എന്തേ ചെയ്തു? ഞാൻ ജിഹാദ് നടത്തി. നീ തന്ന ശരീരം നിന്റെ മാർഗത്തിൽ ഷഹീദായി. നോണേ പറഞ്ഞത് അല്ല പറയാ, കദബ്ത, നോണ പറഞ്ഞു. നീ ജിഹാദ് നടത്തിയത് നീ നല്ലൊരു യോദ്ധാവാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നടത്തി. അത് ആൾക്കാർ പറഞ്ഞു. പിന്നെ സുഹിബ അലാ വജ്ഹി ഫിന്നാർ, ഓനെ നരകത്ത് കൊണ്ടുപോയിടുന്നു. യോദ്ധാവിനെ നരകത്ത് കൊണ്ടുപോയിടുക. എല്ലാരും അല്ലട്ടോ. പിന്നെ കൊണ്ടുവരിക ആലിമിനെ, ഒരു പണ്ഡിതനെയാണ്. നല്ല വഴന്നു പറയും, നല്ല പ്രസംഗിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പണ്ഡിതനെ പിടിച്ചോണ്ടിരും. അവനോട് ചോദിക്കും, നീ എന്ത് ചെയ്തു? ഇത് ലോകമാന്യം പഠിപ്പിക്കാൻ വേണ്ടിയാ. ഞാന് കിട്ടിയ ഇൽമൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ജനങ്ങളൊക്കെ നമ്മളെ വയലിലേക്കാൻ വന്ന് കൂടി വളരെ ഉഷാറായിരുന്നു ഞാനെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പറയും, കദബത്ത, നീ നുണയെ പറഞ്ഞു. നീ പറഞ്ഞതിൽ യുക്കാല ഇന്നക ആലിമുൻ, നീ വലിയൊരു പണ്ഡിതനാണ് എന്ന് നിന്നെ പറ്റി പറയാൻ വേണ്ടി നീ അങ്ങനെ ചെയ്തത്.
അതുകൊണ്ട് അവനെയും കൊണ്ടുപോയി നരകത്തിലിടുന്നു. മൂന്നാമത്തെ കൊണ്ടുവരിക ഒരു ജവാദിനെയാണ്, ഒരു ധർമ്മിഷ്ഠനെ. അവനോട് നീ എന്ത് ചെയ്തു? ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കി, അതൊക്കെ അള്ളാന്റെ മാർഗത്തിൽ കണ്ടമാനം കൊടുത്തു. കെതബത്ത, നീ നുണയെ പറഞ്ഞത്. നീ ഒരു വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയാൻ വേണ്ടിയില്ലേ നീ അത് ചെയ്തത്? അതുകൊണ്ട് അത് പറയപ്പെട്ടു, അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ധർമ്മിഷ്ഠനാണ് നീ എന്ന് എല്ലാവരും പറഞ്ഞ് അംഗീകരിച്ചിട്ടുണ്ട്. പോയാ എന്തേലും കിട്ടും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഫഖദ് ഖീൽ, അത് പറയപ്പെട്ടു. അങ്ങനെ അവനെയും നരകത്തിലിടുന്നു. ആലോചിച്ച് നോക്കൂ, സമൂഹത്തിലെ മേലേക്കിടയിലുള്ള മൂന്നാളുകളുടെ അവസ്ഥയാണ് ലോകമാന്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അമലുകൾ പൊളിഞ്ഞു പോകുന്ന വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചത്. മറ്റൊന്ന് പഠിപ്പിച്ചത് മുഫ്ലിസ്. നബി ചോദിക്കാം, ഹൽ തദ്റൂന മനിൽ മുഫ്ലിസ്, നിങ്ങൾക്കറിയോ പാപ്പരായവൻ ആരാണ്? അവർ പറഞ്ഞു, അൽ മുഫ്ലിസ് ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ ദീനാറ. ഞങ്ങളുടെ കൂട്ടത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ദിർഹമും ദീനാറും ഇല്ല, പൈസ ഇല്ലാതെ പൊളിഞ്ഞു പോയ പാളീസ് അയാളാ, കച്ചവടമൊക്കെ ചെയ്ത് ബിസിനസ് ഒക്കെ ചെയ്ത് പൊളിഞ്ഞു പാളീസ് അയാളാ. അപ്പൊ നബി പറഞ്ഞു, അല്ല, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുഫ്ലിസ്, യഥാർത്ഥത്തിൽ പാപ്പരായി പോകാറിന് കച്ചവടം പോയി ചെയ്ത് പൊളിയല്ല, പരലോകത്ത് കൊണ്ടുവരുന്ന ആളാണ്. ഒരുപാട് നിസ്കാരമുണ്ടാകും, നോമ്പുണ്ടാകും, ഹജ്ജുണ്ടാകും, എല്ലാം ഉണ്ടാകും. അവിടെ ചെന്നപ്പോ വഖദ് ശത്തമ ഹാദാ വഖദഫ ഹാദാ വസഫക ദമ ഹാദാ വഅകല മാല ഹാദാ വളറബ ഹാദാ. നബി ഇങ്ങനെ വിശദീകരിക്കാം, ഈ മനുഷ്യൻ ഇന്ന ആളെ ദ്രോഹിച്ചിട്ടുണ്ട്, മറ്റൊരാളെ അടിച്ചിട്ടുണ്ട്, മറ്റൊരാളെ പറ്റി ആരോപണം പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളെ ധനം അപഹരിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുന്നറിയോ? അവന്റെ എല്ലാ നന്മകളും ഇവന് കൊടുക്കും. ഇവൻ ആരെയാണോ ആക്രമിച്ചത്, ആക്രമിക്കപ്പെട്ട വ്യക്തിക്ക്, ചീത്ത പറയപ്പെട്ട വ്യക്തിക്ക്, വഞ്ചിക്കപ്പെട്ട വ്യക്തിക്ക് അവന്റെ മുഴുവൻ അമലുകളും കൊടുക്കും എന്നാണ്. അങ്ങനെ കൊടുത്ത് ഇവന്റെ നിസ്കാരം നോലുമ്പൊക്കെ കഴിഞ്ഞു. ഇനിയൊന്നും കൊടുക്കാനില്ല, പക്ഷെ ഇത് ബാക്കിയുണ്ട്. ഓൻ ചീത്ത പറഞ്ഞത് ബാക്കിയുണ്ട്, ഓൻ ചതിച്ചത് ബാക്കിയുണ്ട്, ഓൻ ആരോപണം പറഞ്ഞത് ബാക്കിയുണ്ട് എങ്കിൽ ഇവന്റെ തിന്മകളെടുത്ത് ഇവന് കൊടുക്കുന്ന തിരിച്ചും കടന്നു കൊടുക്കും. ഈ അമൽ ചെയ്തോനെ അവന് നല്ല അമല് മുഴുവൻ മറ്റവന് കൊടുത്ത് പിന്നെ അവന്റെ തിന്മെടുത്ത് ഇവന് കൊടുക്കുന്നതാണ്. അത് കൊടുത്തിട്ട് പിന്നെ ഇവനെ നരകത്തേക്ക് പറഞ്ഞേക്കും. ഇതൊക്കെ സഹിയായി വന്നിട്ടുള്ള എന്തിനാ പറയുന്നത്? ഇൻഫെക്ഷൻ വരുന്ന കാരണങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. ശരീരത്തിലാണ് ഞാൻ മനസ്സിലാക്കും അല്ലെ. തൊട്ട് അടുത്ത് പിന്നെ ഒരാളെ സന്ദർശിക്കാൻ പോയപ്പോ അദ്ദേഹം ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക. അപ്പൊ കൂടെയുള്ള ആള് അതിങ്ങനെ കൈ കൊടുത്ത് എന്നപ്പോ പറഞ്ഞു, കൈ തരണ്ട, ഒന്നും വിചാരിക്കരുത്, ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നാണ്, തൊടാൻ പാടില്ല. അതൊക്കെ നമ്മൾ വലിയ സൂക്ഷ്മതയാണ്, അതിലൊക്കെ വലിയ സൂക്ഷ്മതയാണ്. പക്ഷേ നമ്മുടെ അമലുകൾ നമ്മളറിയാതെ കൊഴിഞ്ഞു പോയി. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ബഅദ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. സൂറത്ത് ഹുജറാത്ത്. മുഅ്മിനീങ്ങൾക്ക് മര്യാദ പഠിപ്പിക്കാനുള്ള സൂറത്താണ്. പ്രവാചകന്റെ സദസ്സിൽ വന്ന് യാ മുഹമ്മദ് എന്ന് ഒരു ബഹുമാനവുമില്ലാതെ പ്രവാചകനെ വിളിച്ച് പ്രവാചകനോട് ഓരോന്ന് ചോദിക്കും. അപ്പറങ്ങിയ ആയത്താണ് ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നബിയുടെ ശബ്ദത്തിനേക്കാൾ കൂടുതലായി നിങ്ങൾ ശബ്ദം ഉയർത്താൻ പാടില്ല. ഒരു സഹാബി പള്ളിക്കൽക്ക് വരല് മാറ്റി, ഇത് കേട്ടിട്ടേ പള്ളിക്കൽക്ക് വരല് മാറ്റി. അവസാനം കാണാല്ല, തെരഞ്ഞു നോക്കി പറഞ്ഞു, നിന്റെ ഒച്ച കുറച്ച് അധികമാണ്, നിന്റെ ഒച്ച കുറച്ച് അധികം. ഞാൻ എത്ര വർത്താനം പറഞ്ഞാലും ഉറക്കേ പറയുള്ളൂ. അപ്പൊ നബിയുടെ ഒച്ചനേക്കാളും മേലെ ഒന്ന് പേടിച്ചിട്ട് അവരൊക്കെ അത് എടുത്ത ആശയം എടുത്ത് നോക്കാം നിങ്ങള്. അപ്പൊ അതല്ല, ധിക്കാരപൂർവ്വം സംസാരിക്കണ്ടെന്നാ പറഞ്ഞത്. ഓനെപ്പൊക്കെ കൂട്ടിക്കൊണ്ടെന്നു. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നാണ്, ചെറുപ്പക്കാരായ സഹാബികൾ. അതുകൊണ്ടാണ് തഹബത്തു അമാലുക്കും, നിങ്ങൾ നബിക്കെതിരെ സംസാരിച്ചാൽ, നബീനേക്കാൾ സൗണ്ടിൽ ഉച്ചത്തിൽ സംസാരിച്ചാൽ, അൻ തഹബത്തു അമാലുക്കും, നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. അൻതും ലാ തശ്ഉറൂൻ, നിങ്ങളത് അറിയില്ല. നമ്മൾ വിചാരിക്കും അമലുകൾ കുറെ ഉണ്ട്. അപ്പോ നമ്മുടെ അമലുകള് നമ്മൾ ഇൻഫെക്ഷൻ വരാതെ, കൊടുത്ത സദഖ, നിസ്കരിച്ചത്, നോമ്പ് നോറ്റത്, ഇതൊക്കെ ഒരു ഇൻഫെക്ഷൻ വരാതെ, അതിനൊരു കേടും പറ്റാതെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ടാണ് സലഫുകളായ പണ്ഡിതന്മാരൊക്കെ റമളാൻ കഴിഞ്ഞാൽ പിന്നീട് 6 മാസം പടച്ചവനോട് പറയാ, പടച്ചോനെ റമളാൻ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന പടച്ചവനോട് പറയാം. ആ നീല ടിക്ക് വന്ന് കിട്ടണം. അതറിയാൻ വലിയ നിവൃത്തിയൊന്നുമില്ല. ആ നീല ടിക്ക് ഉണ്ടല്ലോ, പണ്ഡിതന്മാർ ചില അടയാളങ്ങളൊക്കെ പറയും. നീല ടിക്ക് വന്നതിന്റെ അടയാളം
റമദാന്റെ ശേഷം ആൾക്ക് വലിയ മാറ്റമുണ്ട്. നിസ്കരിക്കാത്തോ നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സുന്നത്ത് നിസ്കരിക്കാത്തോ സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, തീരെ ഒന്നും കൊടുക്കാത്തവൻ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുടുംബത്തിൽ എന്നും കലഹവും വെക്കാണായിട്ട് നടക്കുന്ന ആള് അവന്റെ വെക്കാണൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ചില പ്രകടമായ അടയാളങ്ങൾ ആരോഗ്യകരമായ ഇബാദത്തുകൾക്ക് ഉണ്ടാകും എന്നും പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഇബാദത്തുകൾ നിലനിർത്താൻ, അത് പൊളിഞ്ഞു പോകാതിരിക്കാൻ, അത് റബ്ബ് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ അദ്വമുഹ, അത് നിത്യമായി ചെയ്യുന്ന അമലുകളാണ്. വഇൻ ഖല്ല, അത് കുറവാണെങ്കിലും ശരി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അധിക ആളുകളും തറാവീഹ് മുടങ്ങാതെ നിസ്കരിച്ചത്, ജമാഅത്തായി നമ്മൾ നിസ്കരിച്ചു. ചില ആളുകളൊക്കെ ഞാൻ പള്ളിയിലൊക്കെ കണ്ടത് ഇശായിനേക്കാളും പ്രാധാന്യം തറാവീഹിന് കൊടുക്കുക. അതൊരിക്കലും ഇല്ല. ഇശായിനേക്കാളും പ്രാധാന്യം തറാവീഹിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇശാക്ക് ജമാഅത്തിന് ശരിക്കും വരൂല, തറാവീഹ് തുടങ്ങുമ്പോൾ വേഗത്തും. അപ്പൊ നമ്മളൊക്കെ തറാവീഹ് നിസ്കരിച്ചു. പക്ഷെ ഇതെന്നുണ്ട്, എപ്പോഴും നമുക്ക് നിസ്കരിക്കാം, വിത്ർ നിസ്കരിക്കാം. ചുരുങ്ങിയത് ഒരു റക്അത്താണ് വിത്ർ. ഒരു റക്അത്താണ് ഏറ്റവും ചുരുങ്ങിയത്, ഒറ്റ റക്അത്ത്. വിത്ർ പറഞ്ഞാൽ ഒറ്റ എന്നാണ് അർത്ഥം. അപ്പൊ അത് പതിവാക്കുക. അല്ല, നമുക്ക് കപ്പാസിറ്റി ഉണ്ട്, 3 റക്അത്ത് വരെ പോകാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു 3 റക്അത്ത്. എപ്പോ സമയം? ഇശാസ്കാരം കഴിഞ്ഞ് ഇശാഇന്റെ 2 റക്അത്ത് സുന്നത്തും കഴിഞ്ഞ് 1 റക്അത്ത് വിത്ർ നിസ്കരിക്കുക. അത് പതിവാക്കുക. എന്നിട്ട് ഉറങ്ങുക. ഒറ്റ വിത്തറുള്ളൂ, രാത്രി 1 വിത്തറുള്ളൂ. 11 വരെയും നിസ്കരിക്കാം, 1 നിസ്കരിച്ചാലും മതി. അപ്പൊ ചുരുക്കിയ 1 റക്അത്തെങ്കിൽ 1 റക്അത്ത് ഡെയിലി അത് നിസ്കരിക്കാന്നുള്ളതാണ് പതിവാ. അതുപോലെ തന്നെ പല ആളുകളും ഖുർആൻ ഓതിയും. നമുക്കറിയാം, വെള്ളിയാഴ്ച തന്നെ വരുമ്പോ പലരും ഖുർആനില് മുഴുകിയിരിക്കും. പള്ളിയിൽ നിൽക്കുമുണ്ട്, മൊബൈലില് അധികം ആളുകളും തുറന്നാൽ ഖുർആനാണ്. അപ്പൊ അതും നമ്മൾ ഭാഗം വെക്കുക. എന്നും നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിന്റെ ശേഷം അല്ലെങ്കിൽ മുമ്പായിട്ട് ഒരു പേജോ 1/2 പേജോ, എന്നും 1/2 പേജ് കഴിയെങ്കിൽ 1/2 പേജ് ഓതുക. അത് വലിയ വിശാലത ഉണ്ടാക്കും, മനസ്സിന് വല്ലാത്ത സന്തോഷം. അല്ലെങ്കിൽ ഒന്നുമാണ് രാത്രി കിടക്കുന്നതിന്റെ മുമ്പ് 1 പേജ് ഖുർആൻ ഓതുക. അല്ലെങ്കിൽ രാവിലെ സുബ്ഹിന്റെ ശേഷം 1 പേജ് ഖുർആൻ ഓതുക. ആ ഉള്ളത് നിത്യമാക്കാനുള്ള ഒരു ടൈം ടേബിൾ മെത്തേഡ്, ഉള്ളത് കൃത്യമാക്കുക. ഒരു ജീവിതം അങ്ങനെയാണല്ലോ. നിസ്കാരം അങ്ങനെ ടൈം ടേബിൾഡാണ്, ഒരു കൃത്യസമയം മനുഷ്യനെ പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഖുർആൻ ഓതുന്ന അങ്ങനെ. അപ്പൊ സക്കാത്തൊക്കെ നമ്മൾ വാരിക്കോരി കൊടുത്തു. എന്നാലും ആരെങ്കിലുമൊക്കെ ചോദിച്ചു വരുമ്പോ, നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ശീലിക്കാം. കുറച്ചു മതി. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തില് ഒരു 500 റുപ്യെങ്കിലും. അതിന് വരുമാനം ഒന്നും കണക്കൂട്ടണ്ട, എവിടെ കണക്കൂട്ടണ്ട. ഒരു 10 500 ഒരാൾക്ക് കൊടുക്കുക. അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കൂല. വേണ്ട ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. 500 പോയിട്ട് 100 വേണ്ടവരുണ്ട്. നമുക്കറിയില്ല എന്നുള്ളൂ. 100 വേണ്ടവരുണ്ട്. 10 റുപ്യ 25 റുപ്യ കിട്ടിയാൽ വേണ്ടവരുണ്ട്. 1 റുപ്യ വേണ്ടവരുണ്ട്. കച്ചവടക്കാർക്കറിയാം. അത് നമ്മൾ 1 റുപ്യല്ലേ വിചാരിക്കും. ചിലപ്പോ ആ 1 റുപ്യ ആയിരിക്കും അവന്റെ ലാഭം. 1 റുപ്യന്നെ, 1 റുപ്യക്ക് 1 റുപ്യ തന്നെ വേണം, അതായിരിക്കും ലാഭം. ചില പല കച്ചവടക്കാർ പെട്ടിക്കടയൊക്കെ ഇരിക്കുന്നവർക്ക് 71 റുപ്യ ആറുമ്പോ 70 റുപ്യ കൊടുത്താലും ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അതൊക്കെ അനാവശ്യം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരു സൂക്ഷ്മത പുറത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മളൊക്കെ ദുനിയാവിലെ ജീവിതം ഉഷാറായി നമുക്ക് വിചാരിക്കാം. പടച്ച തമ്പുരാൻ അതൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിത്യമായിട്ടുള്ള അമലുകളിൽ ക്ലിപ്തപ്പെടുത്താൻ എല്ലാം റമദാനിലുള്ള പോലെ തന്നെ ഒരു കൃത്യത. സുന്നത്ത് നോമ്പുകൾ കൃത്യമായിട്ട് നമ്മൾ നോക്കുക. അത് തിങ്കളാഴ്ച ഉണ്ട്, വ്യാഴാഴ്ച ഉണ്ട്, അയ്യാമുൽ ബീദിലുണ്ട്, അതുപോലെ അറഫ വരുമ്പോണ്ട്, മുഹറം 10ന്റെ നോമ്പുണ്ട്. ഇങ്ങനെയൊക്കെ നോമ്പ് നോൽക്കാലോ. അപ്പൊ അതൊക്കെ ഒരു ശീലമാക്കി ഇങ്ങനെ കൊണ്ടുപോയാൽ അടുത്ത റമദാൻ അതിൽക്കാണ് ആഡ് ചെയ്യുകയാണെങ്കിൽ വലിയ ബേജാറുണ്ടാവില്ല. ഇല്ലെങ്കിൽ റമദാൻ വരുമ്പോ പിന്നെ ആൾക്കാർ ബേജാറാവും. റമദാനിലാണല്ലോ വരുന്നതിൽ ഒരു പ്രത്യേക ബേജാറാണ് നമ്മുടെ നാട്ടില്. ലോകത്ത് വേറെ എവിടെ ഇല്ലാത്താണ്. നമ്മുടെ നാട്ടിൽ റമദാൻ വരുമ്പോ ഒരു പ്രത്യേക 2 ലോഡ് തണ്ണിമത്തനൊക്കെ കൊടുന്ന് ഇറക്കിയിട്ട് എന്തൊക്കെ കാട്ടാന്ന് അറിയാം. റമദാൻ കൊണ്ട് വരുമ്പോ മനുഷ്യന്മാരൊക്കെ പാടും, അത് കഴിഞ്ഞ ഒക്കെ പാടും കഴിയും. അങ്ങനെ ആ അവസ്ഥ ഇല്ലാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കുക. അള്ളാഹ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل وجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم